നമസ്കാരം. മാധ്യമപ്രവർത്തന മേഖലയിലെ സർവ്വവിജ്ഞാന കോശമായിട്ടുള്ള പരുത്തിക്കുരു സേച്ചി ഇന്നിപ്പോ ബെൻസുകാരെ പോലും കിളി പറത്തിയ ഒരു വാക്ക് അങ്ങോട്ട് ഇറക്കിയിട്ട് കൊടുത്തു. അറിവിന്റെ നിറകുടമാണ്. എനിക്കറിഞ്ഞൂടാത്ത ഒന്നുമില്ല ഈ നാട്ടിൽ. ഒരു സംഭവം കണ്ടാൽ മതി, അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ തന്നെ ഒരു പേരിട്ടങ്ങ് വിവരണം കൊടുക്കും. ഇന്നിപ്പോ ഈ ഷുരൂരിൽ തെരച്ചിലിനിടയിൽ ലോറിയുടെ ഒരു ലോഹ പാർട്ട് കിട്ടുകയാണ്. കണ്ട ഉടനെ സേച്ചി അതിനൊരു പേരം കിട്ടും. കേട്ടെ. പ്രേക്ഷകരുടെ അറിവിലേക്കായി രണ്ട് ബോക്സിൽ കാണുന്ന ഒരു ഭാഗത്ത് ഇപ്പോൾ ലഭിച്ച ഒരു ലോഹഭാഗം, അപ്പുറത്ത് ബാക്ക് ബമ്പർ കണ്ടെത്തിയിരിക്കുന്നു. അർജുന്റെ ട്രക്കിന്റേതാണെന്ന് സംശയിക്കുന്ന ബാക്ക് ബമ്പർ ഉയർത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ബാക്ക് ബമ്പറിന്റെ കാര്യത്തിലാണ് സ്ഥിരീകരണം വേണ്ടത്. മനാഫിന്റെ പ്രതികരണം പ്രതീക്ഷിക്കുകയാണ് നമ്മൾ. ഈ ബാക്ക് ബമ്പർ, ഭാരത് ബെൻസിന്റെ ബാക്ക് ബമ്പർ എങ്ങനെയായിരിക്കും എന്നുള്ളതിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർക്ക് വലതുവശത്ത് കാണാവുന്നത്. ഇപ്പുറത്ത് വെള്ളത്തിനടിയിൽ നിന്ന് ലഭിച്ച ബാക്ക് ബമ്പറിന്റെ ദൃശ്യങ്ങളും. ബാക്ക് ബമ്പർ കണ്ടെത്തിയിരിക്കുന്നു. അത് അർജുന്റെ ലോറിയുടേതാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഞാൻ ചോദിച്ചത്, ഒരു ബാക്ക് ബമ്പർ കണ്ടെത്തിയിരിക്കുന്നു, അത് അർജുന്റെ ലോറിയുടേതാണോ എന്ന് സ്ഥിരീകരിക്കാൻ മനാഫ് വരണം. മനാഫ് സ്ഥിരീകരിക്കുന്നു എന്നുള്ള വിവരം ലഭിക്കുന്നു. മനാഫ് സ്ഥിരീകരിക്കുന്നു എന്നുള്ള വിവരം ലഭിക്കുന്നു. അത് ബാക്ക് ബമ്പർ അല്ല എന്നും പറയുന്നു. ക്രാഷ് ഗാർഡാണ്. അത് ബാക്ക് ബമ്പർ അല്ല എന്നും പറയുന്നു. ക്രാഷ് ഗാർഡാണ്. അത് ബാക്ക് ബമ്പർ അല്ല എന്നും പറയുന്നു. ക്രാഷ് ഗാർഡാണ്. എന്ത് ബാക്ക് ബമ്പർ? അതേത് ബമ്പർ? പലതരം ബമ്പറുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഓണ ബമ്പർ, ക്രിസ്മസ് ബമ്പർ. ഇത് വാഹനത്തിന്റെ ബാക്ക് ബമ്പർ. ബെൻസുകാരുടെ വരെ കിളിപ്പോയി. അയ്യോ, ഇത് ഏത് പാർട്ടാണ് കിട്ടിയെന്ന് അവർ തന്നെ അന്തം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന അവസ്ഥയായി. സാധാരണഗതിയിൽ എല്ലാത്തിനും ഫ്രണ്ടിൽ മാത്രമേ സേച്ചി ബമ്പർ കാണത്തുള്ളൂ. ഒന്നിനും ബാക്കിൽ ബമ്പർ വരില്ല. അതിനെ ക്രാഷ് ഗാർഡ് എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്. അത് ഈ ഓൺ എയറിൽ തന്നെ നമ്മുടെ ഇടത് സൈബർ മേഖലയിലെ പ്രമുഖരായിട്ടുള്ള ദീപു ഗോപാൽ കമന്റ് ആയിട്ട് ഇത് ക്രാഷ് ഗാർഡ് ആണെന്ന് ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് സേച്ചി ബാക്ക് ബമ്പർ അല്ല ക്രാഷ് ഗാർഡ് ആണെന്ന് പറയുന്നുണ്ട്. ആര്? നാട്ടുകാർ. ഞാനല്ല. സർവ്വവിജ്ഞാനകോശമായിട്ടുള്ള എനിക്ക് ആരടുത്ത് ഒന്നും ചോദിക്കേണ്ടതില്ല. എനിക്കിനി സംശയം വരണമെങ്കിൽ ആകെ ചോദിക്കേണ്ടത് ആ മീഡിയ വണ്ണിലെ ദാവൂദാണ് എന്റെ ഉപദേശകൻ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉപദേശകരായിട്ടുള്ളത് VD സതീശനാണ്. ഈ സതീശനാണ് ബാക്ക് ബമ്പർ പറഞ്ഞു കൊടുത്തത്. അല്ലെങ്കിൽ വേറൊരു സാധ്യത എന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോ കണ്ടാൽ മതി. ഒരു സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയോടൊപ്പം സേച്ചി നിന്നെടുത്ത ഒരു സെൽഫിയാണ്. ആ സെൽഫിയിലൂടെ ആയിരിക്കും ചിലപ്പോ ലീഗുകാർ ഈ ബാക്ക് ബമ്പർ എന്ന വാക്ക് പഠിപ്പിച്ചിട്ട് കൊടുത്തിട്ടുള്ള കാര്യം. സ്വർണം കടത്താൻ വേണ്ടി പൊതുവെ അവർ ഈ ബമ്പർ ഉപയോഗിക്കാറുള്ളത് കൊണ്ടാണ് ചേച്ചി ഉടനടി ഇതിനെ കണ്ടപ്പോ ബാക്ക് ബമ്പർ എന്നുള്ള രീതിയിൽ വിലയിരുത്തി എന്നൊക്കെ സോഷ്യൽ മീഡിയ എടുത്തിട്ട് ട്രോളുന്നുണ്ട്. എന്തായാലും ഒരു അറിവിന്റെ നിറകുടമായിട്ട് കോൺഗ്രസുകാർ ആഘോഷിക്കുന്ന മാധ്യമ പ്രവർത്തകയാണ്. ഇവരുടെ വിശാലമായ വിലയിരുത്തൽ കേട്ടിട്ടാണ് കോൺഗ്രസുകാർ കോൾമയർ കൊള്ളുന്നത്. ചങ്കേത് മത്തങ്ങേത് അരിയും പയറും അറിഞ്ഞൂടാത്ത ഈ മുതലൊക്കെ ഈ ട്രീക്കട്ടർ ചാനലിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിട്ട് ഇരുന്നിട്ടാണ് ഇമാതിരി പൊട്ടത്തര ഈ നാട്ടുകാരടുത്ത് വിളിച്ചു പറയുന്നത്. നാട്ടുകാർക്ക് അറിവുള്ളത് കൊണ്ട് ലൈവായിട്ട് തന്നെ തിരുത്തുകയാണ്. അത് കേട്ടിട്ടെങ്കിലും വെളിവരട്ടെ എന്ന് വിചാരിച്ചാൽ എവിടെ വരാൻ? ഈ കതിരിന്മേൽ വളം വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അത് പട്ട തെങ്ങാണ്. ഇനി ഒരു ഗുണവും ഇല്ല. അത് ഇങ്ങനെയൊക്കെ അങ്ങ് പോവും. കാര്യം ഈ മേഖലയിൽ വന്നു പോയില്ലേ, അല്ലെങ്കിൽ ട്രീക്കട്ടറുകാർ എടുത്തു പോയില്ലേ? ഈ പൊട്ടത്തരങ്ങൾ നാട്ടിനെ കേൾപ്പിച്ചല്ലേ പറ്റുള്ളൂ. എന്ത് കാര്യത്തിനും സതീശൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ വിളിച്ചു പോവാൻ വേണ്ടി അതിനകത്ത് ഇരുത്തിയിരിക്കുന്ന ഒരു വ്യക്തി അറിവിന്റെ നിറകുടമെന്ന് സ്വയം ചമഞ്ഞ് നടക്കുന്നുണ്ടെങ്കിലും എന്താണ് യഥാർത്ഥത്തിൽ അവരെന്നുള്ളതാണ് ഈ ഒരൊറ്റ ദൃശ്യം തെളിയിക്കുന്നത്. ഈ ഒരു അറിവും വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ പൊട്ടത്തരവും വെച്ചുകൊണ്ടാണ് ഒരു മാധ്യമ സ്ഥാപനത്തിനകത്തെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയതൊന്ന് ആലോചിച്ച് നോക്കണം. സ്ത്രീ എന്ന ഒരൊറ്റ പരിഗണന, ആ പരിഗണനയുടെ അടിസ്ഥാനത്തിൽ ഈ സ്ഥാപനത്തിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിട്ട് ഇവർ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ആശാൻ ഒന്ന് പിഴച്ചാൽ 51 പിഴയ്ക്ക് ശിക്ഷ എന്നാണ് പല വ്യാജ വാർത്തകളും അതിനകത്തുനിന്ന് വരുന്നത്. അല്ലെങ്കിൽ പല പൊട്ടത്തരങ്ങളും ഈ ചാനലിനകത്തുനിന്ന് വരാൻ കാരണം എന്താണ്? എക്സിക്യൂട്ടീവ് എഡിറ്റർ എന്ന കസേരയിൽ ഇരിക്കുന്ന ആരാണ്? ഈ മണ്ടപോയ പരുത്തിക്കുരു അല്ലേ? സ്വാഭാവികമായിട്ടും ഈ ബാക്ക് ബമ്പർ എന്നുള്ള വാക്കൊക്കെ എടുത്ത് പ്രയോഗിക്കുന്ന ഈ പൊട്ടത്തരത്തെ കണ്ടിട്ട് വരുന്ന പുതിയ പിള്ളേർ, അവർ ഈ പരുത്തിക്കുരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വെളിയിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ മേഖലയുടെ അവസ്ഥ? തകർച്ചയിൽ നിന്ന് കൂട്ട തകർച്ചയിലേക്ക് കൂപ്പുകുത്തുമെന്നതിനപ്പുറം മറ്റു ഒരു വളർച്ചയും അതിനുണ്ടാകാൻ പോകുന്നില്ല എന്നതാണ് ഈ വിടുവായത്തരം കൊണ്ട് ബോധ്യപ്പെടുന്നത്. പ്രേക്ഷകരുടെ അറിവിലേക്കായി രണ്ട് ബോക്സിൽ കാണുന്ന ഒരു ഭാഗത്ത് ഇപ്പോൾ ലഭിച്ച ഒരു ലോഹഭാഗം, അപ്പുറത്ത് ബാക്ക് ബമ്പർ കണ്ടെത്തിയിരിക്കുന്നു. അർജുന്റെ ട്രക്കിന്റേതാണെന്ന് സംശയിക്കുന്ന ബാക്ക് ബമ്പർ ഉയർത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ബാക്ക് ബമ്പറിന്റെ കാര്യത്തിലാണ് സ്ഥിരീകരണം വേണ്ടത്. മനാഫിന്റെ പ്രതികരണം പ്രതീക്ഷിക്കുകയാണ് നമ്മൾ. ഈ ബാക്ക് ബമ്പർ, ഭാരത് ബെൻസിന്റെ ബാക്ക് ബമ്പർ എങ്ങനെയായിരിക്കും
എന്നുള്ളതിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർക്ക് വലതുവശത്ത് കാണാവുന്നത്. ഇപ്പുറത്ത് വെള്ളത്തിനടിയിൽ നിന്ന് ലഭിച്ച ബാക്ക് ബമ്പറിന്റെ ദൃശ്യങ്ങളും. ബാക്ക് ബമ്പർ കണ്ടെത്തിയിരിക്കുന്നു. അത് അർജുന്റെ ലോറിയുടേതാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഞാൻ ചോദിച്ചത്, ഒരു ബാക്ക് ബമ്പർ കണ്ടെത്തിയിരിക്കുന്നു, അത് അർജുന്റെ ലോറിയുടേതാണോ എന്ന് സ്ഥിരീകരിക്കാൻ മനാഫ് വരണം. മനാഫ് സ്ഥിരീകരിക്കുന്നു എന്നുള്ള വിവരം ലഭിക്കുന്നു. മനാഫ് സ്ഥിരീകരിക്കുന്നു എന്നുള്ള വിവരം ലഭിക്കുന്നു. അത് ബാക്ക് ബമ്പർ അല്ല എന്നും പറയുന്നു. ക്രാഷ് ഗാർഡാണ്. അത് ബാക്ക് ബമ്പർ അല്ല എന്നും പറയുന്നു. ക്രാഷ് ഗാർഡാണ്. അത് ബാക്ക് ബമ്പർ അല്ല എന്നും പറയുന്നു. ക്രാഷ് ഗാർഡാണ്. ക്രാഷ് ഗാർഡ്. പിറകുവശത്ത് വരുന്ന പൈപ്പ്, അതെ, പൈപ്പിന്റെ റൗണ്ട് പൈപ്പ്.